കോട്ടയത്തും മഴ അതിശക്തമാണ്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. ഈരാറ്റുപേട്ട പാലാ റൂട്ടിൽ വീണ്ടും വെള്ളം കയറി. കോട്ടയം കുമരകം പാതയിലും ഗതാഗതം നിലച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ ഉരുളയാണ് ചേരുന്നത്. മിഥുൻ രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, അരയോളം വെള്ളത്തിലാണ് മിഥുൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മിഥുൻ? പ്രജിത്ത്, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകൾ ആർപ്പൂക്കര, ഐമനം, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ, താഴ്ത്തങ്ങാടി തുടങ്ങിയ മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. വീടുകളിലേക്ക് വെള്ളം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇരച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അപ്രതീക്ഷിതമാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. വെള്ളത്തിന്റെ ജലനിരപ്പ് ഈ മൈനച്ചിലാറിന്റെയൊക്കെ തീരത്തുള്ള സ്ഥലങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ വെള്ളം കൂടും, വെള്ളപ്പൊക്കം കൂടും, വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ആർപ്പൂക്കരയിൽ കരിപ്പ ഭാഗത്താണ്. കരിപ്പ ഭാഗത്ത് ഭൂരിഭാഗം വീടുകളിലേക്കും വെള്ളം കയറി. ആദ്യത്തെ നിലകളൊക്കെ വെള്ളത്തിനടിയിലാണ്. രണ്ടാം ടെറസിലും മറ്റുമായിട്ടാണ് ആൾക്കാർ രാത്രിയിൽ അഭയം പ്രാപിച്ചത്. പിന്നീട് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഭൂരിഭാഗം വീടുകളിലെയും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധു വീടുകളിലേക്കുമൊക്കെയായി ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർ തന്നെ സ്വമേധയാ മാറുകയായിരുന്നു. 2018 പ്രളയം ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആളുകൾ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക. 2018 പ്രളയത്തിലാണ് ഈ വിധത്തിൽ വെള്ളം ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇവിടുത്തെ ആളുകളെല്ലാം സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറായി ഇപ്പോൾ വീട് വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മാറ്റിയിട്ടുണ്ട്. അവർ സ്വമേധയാ പോയിട്ടുണ്ട്. വീട്ടിൽ ഇപ്പോൾ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആളുകൾ നിൽക്കുന്നത് സുരക്ഷിതമായി തന്നെ പരമാവധി സാധന സാമഗ്രികൾ മാറ്റി മുകളിലത്തെ നിലയിലേക്കുമൊക്കെ മാറ്റി മറ്റ് ഇടങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ടെറസിൻ്റെ മുകളിലുമൊക്കെ ആയിരുന്നു പരമാവധി ആളുകൾ അഭയം പ്രാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പരമാവധി ആളുകൾ വീട് വിട്ട് പോയിരിക്കുന്നു. കഴുത്തറ്റം വെള്ളമാണ്, പകുതിയിലധികവും വെള്ളമാണ് ഈ ഭാഗങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടാണ്. വീടിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ടെറസിലും മറ്റുമായിരുന്നു ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നവർ അഭയം പ്രാപിച്ചിരുന്നത്. എന്താണ് ആശങ്കപ്പെടുന്ന സാഹചര്യമാണോ? എന്താണ് അവസ്ഥ? ഭയങ്കര കഴിഞ്ഞ വർഷത്തിലൊക്കെ ഭയങ്കര വെള്ളമാണ് തോണേ. പിന്നെ ഇത് ആറും കണ്ട് കവിഞ്ഞു വരുന്നതാണ്. ആറാണ് സൈഡിൽ. പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ റോഡുണ്ട്. ഒരു ശകലം കൂടെ പോയിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാം വഴിയെ പോകാനായിട്ട്. അത് പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തിട്ടൊന്നും. എപ്പോഴാണ് ഇന്നലെ ഇങ്ങനെ ഇതുപോലെ ആദ്യത്തെ നില പൂർണ്ണമായി മുങ്ങുന്ന രീതിയിലേക്ക് വെള്ളം കയറിയത്? ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇന്നലെ രാത്രിയിലാണോ? ഇന്നലെ രാത്രിയും കൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് വന്നത്. പ്രതീക്ഷിക്കാതെ ഇതുവരെ ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്രയും വെള്ളം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2018 ശേഷം ഇപ്പോഴാണോ ഇങ്ങനെ? 2018 തന്നെ ഇത്രയും വലിയ കൂടുതലാണ്. 2018 കൂടുതലാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങളുടെ കിണറെല്ലാം മുങ്ങി. കിണറെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഒരാശങ്ക ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി വന്നപ്പോൾ. ഭയം ഉണ്ടായിരുന്നു. വീട്ടിലുള്ളവരൊക്കെ സുരക്ഷിതരാണ്? മറ്റുള്ളവരൊക്കെ എവിടെ? എൻ്റെ പിള്ളേർ, എൻ്റെ മോൻ്റെ 2 പിള്ളേർ, ഞാനും വൈഫുമേ ഉള്ളൂ. അവരിവിടെ ഇല്ല. മോന് ആർമിയിലാണ്, എൻ്റെ വൈഫും വെളിയിലാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി വീടുകളിലുള്ള ആളുകളൊക്കെ മാറി. ഇവിടെ സമീപ പ്രദേശത്ത് മുഴുവൻ ആളുകളൊക്കെ മാറുന്നതാണ്. ഞങ്ങൾ അല്പസമയം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ ആൾക്കാർ മാറാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ എല്ലാവരും ഈ പ്രദേശത്തേക്കും ആരും ഇല്ലാതെ ഒരു അവസ്ഥയായി. മാറുന്നില്ലേ? ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബന്ധുവീട്ടിലേക്ക് പോകുന്നില്ലേ? ഇപ്പോൾ വെള്ളം ഉയരുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് ഒന്നും ആലോചിച്ചില്ല. ഞങ്ങൾക്ക് മാറണമെന്ന് വെച്ചിരിക്കുന്നു. മഴ ശക്തമായിരുന്നല്ലേ? അല്ലേ? ശക്തമായിരുന്നു. ഇപ്പം ഇവിടെ ഈ പാലാ ഈരാറ്റുപേട്ട ഉള്ള വെള്ളമാണ് ഇതിലെ വരുന്നത്. മീനച്ചിലാർ വഴി വന്നിട്ട് ഇവിടെ പെട്ടെന്ന് നിറയുന്നത്. പാലാ ടൗണിലേക്ക് വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വരും. ചേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2018 പോലും ഇത്രയും വെള്ളം ഇവിടെ കയറിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോഴാണ് ഉണ്ടായതെന്ന് പറയുന്നതാണ് ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യം. അതെ, അതിനെല്ലാം കൂടുതലാണ് വെള്ളം. അന്ന് ഇവിടെ ഈ മതിലിൻ്റെ താഴെയാണ് നിന്നത്. ഇപ്പം മതിൽ മുങ്ങാനായിട്ടൊരു സ്വല്പം ഇതേ ഉള്ളൂ. ആദ്യത്തെ നില പൂർണ്ണമായി മുങ്ങില്ല. വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടോ? വീടിനുള്ളിൽ കംപ്ലീറ്റ് അകത്ത് വെള്ളമാണ്. അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ കേടുപാട് ഞങ്ങൾ മേളത്തെ നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് നിൽക്കുന്നത് രാത്രിയിലുള്ള സമയത്തായിരുന്നു അല്ലേ? രാത്രിയിലാണ് കൂടുതലായിട്ട് വന്നത്. രാത്രി ഞങ്ങളിങ്ങനെ മിനിങ്ങാന്ന് തന്നെ ഇങ്ങനെയെല്ലാം മാറ്റി തുടങ്ങിയായിരുന്നു. അടിയിലത്തെ നിലയിൽ നിന്ന് മേളിലോട്ടാക്കിയിരുന്നു.
പ്രജിത്ത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി പറയുന്നത് ഈ 2018 പ്രളയത്തിൽ പോലും ഇത്രയും വെള്ളം ഇവിടെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഇരച്ചു കയറിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2018 പ്രളയത്തിൽ ഉണ്ടാകാത്ത ഒരു വെള്ളം ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇനി സമീപ മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. ആർപ്പൂക്കര, അയ്മനം, തിരുവാർപ്പ്, ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഈ ഭാഗങ്ങളിലെല്ലാം പടിഞ്ഞാറൻ മേഖലയാണ്. വെള്ളപ്പൊക്കം പതിവായിട്ടുള്ള പ്രദേശമാണ്. പക്ഷേ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുമ്പോൾ എത്രത്തോളം മുന്നൊരുക്കങ്ങളാണ് പാളിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. വെള്ളപ്പൊക്കം സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശം, അവിടെ മുൻകരുതൽ നടപടികൾ വേണ്ടതായിരുന്നു. അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചു കയറുകയായിരുന്നു പലയിടങ്ങളിലും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലൊക്കെ ഈ രീതിയിൽ വലിയ മഴ പെയ്യും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ സംബന്ധിച്ച് ഇന്നലത്തെ ഈ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്, ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരുന്നതായി അറിയാൻ കഴിയുന്നുണ്ടോ മിഥുൻ? പ്രജിത്ത് അലർട്ടുകൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകൾ പറയുന്നത്, നമ്മളിപ്പോൾ പല ഇടങ്ങളിൽ പോയി, അയ്മനത്ത് പോയി, തിരുവാർപ്പ് പോയി, കുമരകം പോയി, ഇല്ലിക്കൽ പോയി, താഴത്തങ്ങാടി പോയി, ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ പറയുന്നത് അപ്രതീക്ഷിതമായിരുന്നു. പകൽ സമയത്ത് വെള്ളം റോഡുകളിലൊന്നുമില്ല, വീടുകളിലേക്ക് വെള്ളം വരുന്നില്ല, മഴ ഇടപെട്ട് പെയ്യുന്നുണ്ട്, അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും, വെള്ളം വീട്ടിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ രാത്രി 2 മണിയോടുകൂടി വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതുകൊണ്ട് മുൻകരുതലുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം രൂക്ഷമായി കയറുമ്പോൾ അതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ അവർക്കൊരു സാഹചര്യം ഉണ്ടാകും, വിലയിരുത്താനാകും, മനസ്സിലാക്കാനാകും. പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ ഇത്തവണ ഉണ്ടാക്കാൻ മനസ്സിലാകുന്നില്ലായിരുന്നു. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചു കയറി എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മാറ്റാനോ സാധന സാമഗ്രികൾ മാറ്റാനോ ഒന്നും പറ്റില്ല. ജീവനും കൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോവുക, ബന്ധുവീടുകളിലേക്ക് പോവുക, ഒഴിഞ്ഞു പോവുക എന്നത് മാത്രമായിരുന്നു തങ്ങളുടെ മുന്നിലുള്ള ഒരു മാർഗം. പലയിടത്തും കുമരകം ഭാഗത്ത്, ഇല്ലിക്കൽ ഭാഗത്ത്, താഴത്തങ്ങാടി ഭാഗത്തുള്ള ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വാഹനം പലയിടത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, കുടുങ്ങി കിടക്കുകയാണ്, നാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ്. അത് അപ്രതീക്ഷിതമായി ഉണ്ടായ നൽകുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു മിന്നൽ പ്രളയം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് കോട്ടയത്തെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതും പാതിരാത്രിയിൽ 2 മണിയോടെ, പുലർച്ചെ 2 മണിയോടെയൊക്കെയാണ് ഈ രീതിയിൽ ആ കോട്ടയം ഭാഗത്ത് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മിഥുന് അതിൻ്റെ കാലുകൾ ഏതാണ്ട് മുങ്ങിയിരിക്കുന്നു. ആളുകൾ പലരും പല വീടുകളുടെയും 1-ാം നിലയിൽ പൂർണ്ണമായും വെള്ളം കയറി വീട്ടുപകരണങ്ങളൊക്കെ നശിച്ച അവസ്ഥയിൽ കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് കോട്ടയത്തുള്ളത് എന്നുള്ളതാണ്.